എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ മോരുകറി ഉണ്ടാക്കിയെടുക്കുന്നത്. മോരുകറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത കൈതച്ചക്ക നോക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് എടുത്തു കളയാം. നല്ല മധുരമുള്ള കൈതച്ചക്ക ഉപയോഗിച്ചിട്ട് മോരുകറി ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിവിടെ നന്നായിട്ട് വൃത്തിയാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് കൈതച്ചക്ക മുറിച്ചതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനും കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൈതച്ചക്ക ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മോരുകറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറിയത്, കറിവേപ്പില, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ കൂടി എടുക്കുന്നുണ്ട്. ചേരുവകളെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1.5 കപ്പ് തൈര് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മോരുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മോരുകറി പെട്ടെന്ന് പിരിഞ്ഞ് കേടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ മോരുകറിക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് എടുത്തു നിൽക്കുന്നത്. അതുകൊണ്ട് ജീരകം ചേർക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് ജീരകം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ മോരുകറി നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കടുക് പൊട്ടിച്ച് ചേർക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചൂട് കൊണ്ട് വറ്റൽമുളക് നന്നായിട്ട് വറുത്ത് കിട്ടും. അതിനുശേഷം ഈ കടുക് പൊട്ടിച്ചത് മോരുകറിയിലേക്ക് ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതുപോലെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ഈ മോരുകറിയുടെ ഒരു ടേസ്റ്റ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.